ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരാൾ ധൃതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് പുള്ളി തിരക്കുള്ള ബിസിനസ്സുകാരനായിരിക്കാം ധൃതിക്ക് പോകുന്ന കണ്ടപ്പോഴേ. പുള്ളി പോകുന്ന വഴിക്ക് അടുത്തുള്ള ഷോപ്പിൽ ചിലപ്പോൾ ഇടയ്ക്ക് കയറാറുണ്ട്, ഓരോ ഐറ്റമൊക്കെ എടുത്ത് നോക്കാറുണ്ട്. പക്ഷെ ആരും പുള്ളി ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്താ കാര്യം, ആരും പുള്ളി മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതിന് കാര്യം ഉണ്ടോ എന്ന് ചിന്തിച്ചു. ഞാൻ തിരക്കിയ പുള്ളി പണ്ടത്തെ ടോപ്പ് കസ്റ്റമർ ആയിരുന്നു. വന്നാൽ വലിയ ഓർഡറൊക്കെ എടുക്കും. അപ്പോൾ ഇവിടുത്തെ കച്ചവടക്കെല്ലാം കാത്തിരിക്കും പുള്ളി വരവിന് വേണ്ടി. പുള്ളിക്കൊരു നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല ബിസിനസ്സുകാരോട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായി പുള്ളിക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അതോടെ പുള്ളിക്കാരൻ തകർന്നു പോയി. വേറെ ജോലിയൊന്നും ശരിയായില്ല. ഇപ്പോഴത്തെ പുള്ളിയുടെ അവസ്ഥ മോശമാണ്. ഒരു നേരത്തെ ആഹാരത്തിൻ്റെ ഒരു കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ. എവിടെയെങ്കിലും മരിപ്പോ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ അവിടെ ഉണ്ടാവും. അപ്പോൾ നാട്ടുകാർക്കെല്ലാം അറിയാം പുള്ളിക്ക് അതോടെ ബന്ധമില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതെല്ലാം കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പോഴും പുള്ളി ആ മൈൻഡിൽ നിന്ന് പുള്ളിക്ക് ആകാൻ പറ്റുന്നില്ല. ഞാൻ പണ്ടത്തെ ബിസിനസ്സുകാരനാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പുള്ളി ജീവിക്കുന്നത്. അപ്പോൾ ആ സ്റ്റൈലിൽ ഇപ്പോഴും നടക്കുകയാണ്, തിരക്കിട്ട് നടക്കുന്നു. വലിയ വലിയ ബ്രാൻഡ് ഷോപ്പുകൾ വെച്ച് പുള്ളി ചെന്ന് ഓരോ പ്രോഡക്റ്റ്സ് കയറി നോക്കുന്നു. ഇപ്പോഴും അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും എല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് പുള്ളി ഇപ്പോഴും ജീവിക്കുന്നു. ചിലപ്പോൾ എല്ലാം ശരിയാവുമായിരിക്കാം ജീവിതത്തിൽ.